आज की हिंदी कक्षा में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കനുപ്രയിലെ മഞ്ചരി പരിണയം എന്ന ഖണ്ഡത്തിലെ തും മേരെ കോൻ ഹോ എന്ന് പറയുന്ന ഭാഗമാണ്, ഗാനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഭാഗത്ത് രാധയുടെ മാതൃവാത്സല്യവും കൃഷ്ണനോട് കാണിക്കുന്ന മാതൃവാത്സല്യവും അതുപോലെ തന്നെ കൃഷ്ണൻ രാധയുടെ ആരാണ് എന്ന ചോദ്യത്തിന്, പലരുടെ ചോദ്യത്തിന് നൽകുന്ന ഉത്തരവുമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കാം. लेकिन जब तुम्ही ने बंधु तेज से प्रदीप्त होकर इंद्र को ललकारा है, कालिया की खोज में विषैली यमुना को मत डाला है, तो मुझे अकस्मात लगा है कि मेरे अग अंग से ज्योति फूट ही पड़ रही है. तुम्हारी शक्ति तो मैं ही हूँ, तुम्हारा संबल, तुम्हारी योग माया इस निखिल पारावार में ही परिव्याप्त हूँ. विराट सीमाहीन अधम्य दुर्दांत. ഈ ഭാഗത്തിലൂടെ കവി കൃഷ്ണൻ്റെ ദിവ്യരൂപം ചിത്രീകരിച്ചിരിക്കുന്നു. രാധയ്ക്ക് കൃഷ്ണൻ്റെ ദിവ്യരൂപം കാണാൻ ചില സിറ്റുവേഷനിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ചില കഥകൾ പറയുന്നത്, അതായത് നമ്മുടെ ഗോകുലവാസികൾ ഇന്ദ്രനെയാണ് പൂജിച്ചിരുന്നത്, മഴ പെയ്യാൻ വേണ്ടിയിട്ടും മറ്റും. പക്ഷേ കൃഷ്ണൻ ഗോകുലവാസികളോട് പറഞ്ഞു, ഗോവർദ്ധന പർവ്വതത്തെ ആണ് ഇനി മുതൽ നിങ്ങൾ പൂജിക്കേണ്ടതെന്ന്. അപ്പം കൃഷ്ണനോട് ഇന്ദ്രദേവന് ദേഷ്യം വരികയും അങ്ങനെ പ്രളയമുണ്ടാക്കുകയും അതിൻ്റെ നമ്മുടെ ഗോവർദ്ധന പർവ്വതത്തെ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതിൽ നിന്ന് ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിക്കൊണ്ട്, ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ഉയർത്തിക്കൊണ്ട് നമ്മുടെ ഗോകുലവാസികളെ രക്ഷിക്കുന്ന ഒരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ കാളിയ മർദ്ദനം, ഇവിടെ അതിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. കാളിയൻ എന്ന് പറയുന്നത് സർപ്പങ്ങളുടെ രാജാവാണ്. ആ രാജാവിൻ്റെ അഹങ്കാരം തീർത്തത് കാളിയൻ്റെ മുകളിൽ നിന്നുകൊണ്ട് നൃത്തം ചെയ്താണ് അതിൻ്റെ അഹങ്കാരം തീർത്തത്. അതുപോലെ ഗരുഡനും പാമ്പുകളും ബദ്ധശത്രുക്കളായിരുന്നു. അങ്ങനെ കാളിയൻ സർപ്പരാജാവായപ്പോൾ ഗരുഡൻ എന്ന് പറയുന്നത് പക്ഷിയാണ്, ഗരുഡൻ ഉടക്കുകയും അങ്ങനെ കാളിയെ അല്പപ്രാണനാക്കി വിടുകയും അങ്ങനെ കാളിയൻ യമുന നദിയിൽ വന്ന് സപരിവാരം വന്ന് വസിക്കുകയും ചെയ്യുന്നു. അത് കാരണം യമുനയിൽ പ്രവേശിക്കാൻ ഗരുഡന് സാധിക്കില്ല. കാരണം അതൊരു ഗരുഡന് കിട്ടിയ ഒരു ശാപമായിരുന്നു. കാളിയൻ യമുന നദിയിൽ വന്നതോടുകൂടി അവിടുത്തെ വെള്ളമൊക്കെ വിഷമായി, അവിടുത്തെ ജീവികളും വൃക്ഷങ്ങളും പോലും കരിയാൻ തുടങ്ങി. അങ്ങനെ ആ സമയത്താണ് കൃഷ്ണൻ ഗോകുളുമൊത്ത് യമുന തീരത്ത് വരുന്നത്. അങ്ങനെ ഗോക്കൾ യമുന നദിയിൽ വെള്ളം കുടിച്ച് ചത്തുപോവുകയും കൃഷ്ണന് കാര്യം പിടികിട്ടുകയും ക്രോധത്തോടെ യമുന നദിയിലേക്ക് ചാടിയിട്ട് ഫണം വിടർത്തി വന്ന കാളിയൻ്റെ തലയിൽ ചവിട്ടി നൃത്തമാടുകയും കാളിയൻ കുഴഞ്ഞ് വീഴുകയും കാളിയൻ്റെ കുടുംബക്കാരൊക്കെ വന്ന് മാപ്പ് അപേക്ഷിക്കുകയും അങ്ങനെ അതിനെ കൊല്ലാതെ മറ്റൊരു ദ്വീപിലേക്ക് അയക്കുകയും അങ്ങനെ കാളിയൻ്റെ ആ ഫണത്തിൽ കാൽപ്പാട് ഉള്ളതുകൊണ്ട്, കൃഷ്ണൻ്റെ കാൽപ്പാടുള്ളത് കൊണ്ട് ഗരുഡനും സംയമനം പാലിക്കുകയും ചെയ്തു. അതാണ് കഥ. അങ്ങനെ ഈ രണ്ട് കഥ നമ്മുടെ രാധയ്ക്ക് അറിയാം. അങ്ങനെ കൃഷ്ണൻ്റെ ദിവ്യരൂപം മനസ്സിലാക്കി എന്നാണ് ഈ ഭാഗത്ത് പറയുന്നത്. നമുക്ക് നോക്കാം. ലേക്കിൻ ജബ് തുമീനെ ബന്ധു, പക്ഷേ ബന്ധുവായ എൻ്റെ കൃഷ്ണ, തേജസ്സെ പ്രദീപ്ത് ഹോക്കർ ഇന്ദ്രകോ ലൽക്കാരെ, നീ വളരെ തേജസ്വിനിയായത്, അതുപോലെ പ്രദീപ്ത് ഹോക്കർ പ്രകാശിച്ചുകൊണ്ട്, പ്രദീപ്ത് എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുക, ഇന്ദ്രകോ ലൽക്കാർ ഇന്ദ്രനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. കാലിയാക്കി കോജുമേ വിഷേലി യമുനാക്കോ മത്ഡാലെ, അതുപോലെ തന്നെ കാളിയാക്കി ഖോജുമേ, കാളിയ മർദ്ദനം, കാളിയാക്കി കോജുമേ വിഷേലി യമുനാക്കോ, വിഷം നിറഞ്ഞ യമുന നദിയെ മത്ഡാല കടഞ്ഞിട്ടുണ്ട്, കടയുക. മത്ഡാല എന്ന് പറഞ്ഞാൽ കടയുകയാണ്, യമുന നദി കടയുക, വിഷം പോക്കുക എന്നാണ് അർത്ഥം. അതായത് ഇന്ദ്രൻ്റെ ആ സിറ്റുവേഷൻ, ആ കഥയും
ഇന്ദ്രൻ്റെ അഹങ്കാരം തീർത്തതും ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തി ഒരു വിരൽ തുമ്പിൽ ഉയർത്തി പിടിച്ചതും പ്രളയത്തിൽ നിന്ന് ആ പർവ്വതത്തെ രക്ഷിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഗോകുലവാസികളെ രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാളിയൻ മർദ്ദനത്തിലൂടെ കാളിയൻ്റെ അഹങ്കാരവും ഒക്കെ തീർത്തിട്ടുണ്ട്. യമുന നദിയെ ആ വിഷത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മുജെ അകസ്മാതല്ല, ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് വളരെ അകസ്മാതായിട്ട് തോന്നിയിട്ടുണ്ട്, അപചാരിതമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. कि मेरे अंग से ज्योति फूटी पड़ रही है. എൻ്റെ ശരീരത്തിൽ എന്തോ ജ്യോതി പുറപ്പെടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്, എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലും. തുമാരി ശക്തി തോ മേ ഹി ഹും, നിൻ്റെ ശക്തി ഞാൻ തന്നെയാണ്. തുമാര സമ്പൽ, നിൻ്റെ ആശ്രയം, സമ്പൽ എന്ന് പറഞ്ഞാൽ ആശ്രയമാണ്, സഹാര. തുമാരി യോഗമായ, നിൻ്റെ യോഗമായയാണ് ഞാൻ, നിൻ്റെ ആശ്രയമാണ് ഞാൻ. ഇസ് നിഖിൽ പരാവാർ മെ ഹി പരിവ്യാപ്തു ഹും, ഈ പ്രപഞ്ചം മുഴുവൻ, നിഖിൽ പാരാവാർ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവനും വ്യാപ്തമാണ് ഞാൻ, നിറഞ്ഞു നിൽക്കുന്നു. പരിവ്യാപ്തം എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുക. വിരാട്, വിശാലമാണ്. സീമാഹിൻ, പരിധിയില്ലാത്തതാണ്. അധമ്യ, ഇല്ലാതാക്കാൻ പറ്റാത്തത്ര. ദുർദാന്ത്, പരാജയപ്പെടുത്താൻ പറ്റാത്തത്ര ശക്തിയുള്ളവളാണ് ഞാൻ. അതായത് നീയും ഞാനും ഒന്നാണ്. ഈ സൃഷ്ടി സങ്കല്പം തന്നെ രാധയും കൃഷ്ണനുമാണ്. അവരാണ് ഇതിൻ്റെ അടിസ്ഥാനം. പുരുഷനും സ്ത്രീയുമാണ് സൃഷ്ടി സങ്കല്പത്തിൻ്റെ അടിസ്ഥാനം, ആധാരമെന്ന് ആണ് ഈ ഭാഗത്തിലൂടെ കവി ചിത്രീകരിച്ചിരിക്കുന്നത്. അടുത്ത ഭാഗം നോക്കാം. किंतु दूसरे ही क्षण जब तुमने वेदसलदा कुंज में गहराती हुई गोधूली वेला में आम के एक भौर को चूर चूर कर धीमे से अपनी चुड़की में भरकर मेरे सीमांत पर बिखेर दिया तो मैं हतप्रभ हो गई. मुझे लगा कि इस निखिल पारावार में शक्ति सी, ज्योति सी, गति सी फैली हुई मैं अकस्मात सिमट आई हूँ, सीमा में बांध गई हूँ. ऐसा क्यों चाहा तुमने खान. ഈ ഭാഗത്ത് കവി പറയുന്ന, അല്ലെങ്കിൽ രാധ പറയുന്നത്, കിന്തു ദൂസരെ ഹി ക്ഷൺ, അടുത്ത നിമിഷം തന്നെ, ജബ് തുമ്നെ വേദസലതാ കുഞ്ചുമേ, എപ്പോഴാണോ നീ, വേദസലതാ കുഞ്ച് എന്ന് പറഞ്ഞാൽ മുളക്കൂട്ടത്തിനടുത്തേക്ക്, കുഞ്ച് എന്ന് പറഞ്ഞാൽ കൂട്ടം, വേദസലത എന്ന് പറഞ്ഞാൽ മുളക്കൂട്ടത്തിനടുത്തേക്ക്, ഗഹരാത്തി ഹുയി ഗോധൂളി വേളാമേ, സന്ധ്യാസമയത്ത്, വളരെ ഡീപ്പായ, ഗഹരാത്തി ഡീപ്പായിട്ടുള്ള, ഗോധൂലി എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയമാണ്. ആ സന്ധ്യാസമയത്ത് നീ മുളക്കൂട്ടത്തിനടുത്തേക്ക് എന്നെ വിളിച്ചു. ആം കേക്ക് ഭോർ കോ ചൂർ ചൂർ കോ ധീമേസെ, അതുപോലെ തന്നെ മാമ്പു, ആം കെ ഭോർ എന്ന് പറഞ്ഞാൽ മാമ്പുവാണ്, മാമ്പു പൊടിച്ച് നീ, ധീമേസെ വളരെ പതുക്കെ, അപ്നി ചുടുക്കിമേ ഭർക്കർ, അത് നുള്ളിയെടുത്ത്, മാമ്പു നുള്ളിയെടുത്തുകൊണ്ട്, ചുടുക്കി എന്ന് പറഞ്ഞാൽ നുള്ളിയെടുക്കുക, മേരെ സീമാന്ത് പർ ഭിക്കർ ദിയ, എൻ്റെ സീമന്തരേഖയിൽ നീ ഇട്ടു തരികയാണ് ചെയ്തത്, ഇട്ടു തന്നിട്ടുണ്ട്. ഭിക്കർ ദിയ, ഇട്ടു, ഭിക്കറിനെ ഇട്ടു തരിക. തോ മേ ഹതപ്രഭു ഹോകി, ആ സമയത്ത് നീ അത് ചെയ്ത സമയത്ത് ഞാൻ ഒരു ശക്തി ഇല്ലാതായി, എൻ്റെ ശരീരത്തിനാകെ ശക്തി ലയിച്ച പോലെ എനിക്ക് തോന്നി. മുജെ ലഗാക്കി ഇസ് നിഖിൽ പാരാവർമേ, എനിക്ക് തോന്നി ഈ പ്രപഞ്ചം മുഴുവൻ, നിഖിൽ പാരാവർമേ ശക്തി സെ ജ്യോതി സി ഗതി സി, ശക്തിയായി, ജ്യോതിയായി, ഗതി സി, ഫൈലി ഹുയി മേ, ഞാൻ പരന്ന് കിടക്കുകയാണെന്ന്, ജ്യോതിയെ പോലെ, ഗതിയെ പോലെ, ശക്തിയുള്ള പോലെ ഞാൻ ഈ പ്രപഞ്ചം മുഴുവൻ, സൃഷ്ടിയിലെ എല്ലാ പ്രവർത്തനത്തിലും പ്രപഞ്ചം മുഴുവൻ ശക്തിയായിട്ടും ജ്യോതിയായിട്ടും ഗതിയായിട്ടും ഞാൻ വ്യാപൃതിയായിട്ട് നിൽക്കുകയാണ്. അകസ്മാത് സിമട്ടഹായി, പെട്ടെന്ന് ഞാൻ ചുരുങ്ങിപ്പോകുന്ന പോലെ, അതുപോലെ സീമാമെ ബാന്ധുകയും, അതിർത്തിയിൽ കെട്ടിയിട്ട പോലെ എനിക്ക് തോന്നി. ऐसा क्यों चाहा तुमने खान, നീ ഇതാണോ ആഗ്രഹിച്ചത്, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നീ ആഗ്രഹിച്ചത്, ഞാൻ ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ചുരുങ്ങിപ്പോകണമെന്നും ഒതുങ്ങി പോകണമെന്നും നീ എന്തിനാണ് ആഗ്രഹിച്ചത് കണ്ണ. ഒരു കളിക്കൂട്ടുകാരിയായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പരിധി, അത് ഭാര്യയല്ല,
സഹോദരനാണ് കൃഷ്ണൻ രാധയ്ക്ക്, അതുപോലെ കൂട്ടുകാരനാണ്. അങ്ങനെ ഓരോരോ തലങ്ങളായിട്ട് അല്ലെങ്കിൽ ഓരോരോ ബന്ധങ്ങളായിട്ട് ഒതുങ്ങിപ്പോവാൻ നീ എന്തിനാണ് ആഗ്രഹിച്ചത് എന്നാണ് രാധ ഇവിടെ ചോദിക്കുന്നത്. पर जब मुझे छेद हुआ तो मैंने पाया कि हाय सीमा कैसी, मैं तो वह हूँ जिसे दिक्वधु कहते हैं, कालवधु। समय और दिशाओं की सीमाहीन पगडंडियों पर आनंद काल से आनंद दिशाओं में तुम्हारे साथ साथ चलती चली आ रही हूँ, चलती चली जाऊंगी। इस यात्रा का आदि न तो तुम्हें स्मरण है न मुझे, और अंत तो इस यात्रा का ഹേ ഹി നഹി മേരെ സഹയാത്രി. ഈ ഭാഗത്ത് രാധ പറയുകയാണ്, എപ്പോഴാണോ എനിക്ക് ബോധം വന്നത്, पर जब मुझे छेद हुआ, छेद എന്ന് പറഞ്ഞാൽ ബോധം ഉണ്ടാവുക, ഉണരുക, तो मैंने पाया कि हाय सीमा कैसी, मैं तो वह हूँ जिसे दिक्वधु कहते हैं, കാലവധു. അതായത് രാധ പറയുകയാണ്, എൻ്റെ പരിധി എന്ന് പറയുന്നത്, സീമ പരിധി, मैं तो वह हूँ ഞാൻ അതാണ്, ജിസെ ദിഗ്വധു കഴുത്തെ ഹെ ദിശയാകുന്ന വധു, ദിഗ്വധു എന്ന് പറഞ്ഞാൽ ദിശയാകുന്ന വധു, അതിനെയാണ്, അതാണ് ഞാൻ, ദിശയാകുന്ന വധുവാണ് ഞാൻ, കാലവധു, ആദ്യം മുതൽ അവസാനം വരെ ഒരുമിച്ച് നിൽക്കുന്ന വധുവിനെയാണ് കാലവധു എന്ന് പറയുന്നത്, അതാണ് ഞാൻ. നിൻ്റെ നിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും, നിൻ്റെ ബാല്യകാലം മുതൽ നിൻ്റെ കൂടെ ഞാനുണ്ട് രാധ. സമയ ഒരു ദിശാവോക്കി സീമാഹിൻ പകടണ്ടിയൊപ്പം, സമയത്തിൻ്റെയും ദിശയുടെയും പരിധിയില്ലാത്ത നടപ്പാതയിലെ, പകഡണ്ടിയോ എന്ന് പറഞ്ഞാൽ നടപ്പാതയാണ്, അനന്തകാലത്തോളമായിട്ട്, അനന്ത ദിശാവുമേ, അനന്ത ദിശകളോളം, തുമാരെ സാ ചലി ആരി, നിൻ്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടക്കം മുതൽ അവസാനം വരെ ഞാൻ ഉണ്ടാകും, ഇനിയും ഉണ്ടാകും, ഞാൻ ഉണ്ടായിട്ടുമുണ്ട്, ഇനിയും ഉണ്ടാകും. കാലത്തിനും ദിശയ്ക്കും അപ്പുറം നിൻ്റെ കൂടെ ഞാൻ ജീവിക്കുന്നു, നിൻ്റെ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ആദ്യം മുതൽ അവസാനം വരെ തന്നെ എന്നാണ് രാധ ഇവിടെ പറയുന്നത്. ഈ യാത്രാക്ക ആദ്യ നാ തോ തുമേ സ്മരൺ ഹെ, ഇതിൻ്റെ തുടക്കം നിനക്കും ഓർമ്മയില്ല, ന മുझे, और अंत तो इस यात्रा का ही नहीं, का है ही नहीं, അതുപോലെ ഇതിൻ്റെ അന്ത്യം, ഈ യാത്രയുടെ അന്ത്യം തന്നെ ഇല്ല, അന്ത്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. അന്തത്തോ ഇസ് യാത്ര കാ ഹേ ഹി നഹി, ഈ യാത്രയ്ക്ക് അന്ത്യം ഉണ്ടാവില്ല, പക്ഷേ തുടക്കം ഉണ്ടായിരുന്നു, ആ തുടക്കം മുതൽ അന്ത്യം വരെ ഞാൻ നിൻ്റെ കൂടെ സഹയാത്രിയായിട്ട് ഞാൻ ഉണ്ടാകും എന്നാണ് രാധ ഇവിടെ കൃഷ്ണനോട് പറയുന്നത്. पर तुम इतने निठुर हो और इतने आदुर कि तुमने चाहा है कि मैं इसी जन्म में, इसी थोड़ी सी अवधि में जन्म जन्मांतर की समस्त यात्राएं फिर से दोहरा लूँ, और इसलिए संबंधों की इस घुमावदार पगडंडी पर क्षण क्षण पर तुम्हारे साथ मुझे इतने आकस्मिक मोड़ लेने पड़े हैं कि मैं बिल्कुल भूल ही गई हूँ कि मैं अब कहाँ हूँ और तुम मेरे कौन हो, और इस निराधार भूमि पर चारों ओर से पूछे जाते हुए प्रश्नों की बौछार से घबराकर मैंने बार बार तुम्हें शब्दों के फूल पाश में जकड़ना चाहा है। सगा बंधु आराध्य शिशु दिव्य सहजर, और अपने को नई व्याख्याएं देनी चाहिए, सगी सादिगा बांधवी माँ वधु सहजरी, और मैं बार बार नए नए रूपों में उमड़ कर तुम्हारे तट तक आई, और तुमने हर बार अथाह समुद्र की बांधी मुझे धारण कर लिया, विलीन कर लिया, फिर भी आगुल बने रहे मेरे सावले समुद्र, तुम आखिर हो मेरे कौन, मैं इसे कभी माप क्यों नहीं पाती. ഈ ഭാഗത്ത് രാധ പറയുകയാണ്, पर तुमने इतने निठुर हो, നീ ഇത്രയ്ക്കും നിഷ്ഠൂരനാണോ, और इतने आदुर हो, നീ ഇത്രയ്ക്കും ഭയമുള്ളവനാണോ. ആധുർ എന്ന് പറഞ്ഞാൽ ഭയമുള്ളവൻ എന്നാണ് അർത്ഥം, ആധുർ. തുമ്നെ ചാഹ ഹെ കി മേ ഇസി ജന്മ, നീ ആഗ്രഹിച്ചു ഈ ജന്മത്തിൽ തന്നെ, ഇസി തോടി സി അവധിമേ ജന്മ ജന്മാന്തർ കി സമസ്ത യാത്ര ഫിർ സെ ദോഹരാലോ, ഞാൻ ഇത്രയും കാലം ജീവിച്ചത്, നിൻ്റെ കൂടെ ജീവിച്ചത്, ജന്മജന്മാന്തരമായിട്ട് ജീവിച്ചത് ഇനിയും ആവർത്തിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ. और इसलिए संबंधों की इस घुमावदार पगडंडी पर क्षण क्षण पर तुम्हारे साथ, നിൻ്റെ
എല്ലാ ജീവിത അനുഭവങ്ങളിലൂടെയും അല്ലെങ്കിൽ നിൻ്റെ കൂടെ വളഞ്ഞ് പുളഞ്ഞ് ഘുമാവാദർ പകടൻ്റെ പറ വളഞ്ഞ് പുളഞ്ഞ് ഈ പാതയിലൂടെ ഈ വഴിയിലൂടെ ക്ഷൺ ക്ഷൺ പറ ഓരോ നിമിഷവും തുമാര സാ നിൻ്റെ കൂടെ മുझे ഇത്തനെ ആകസ്മിക മോഡ് ലേനെ പടേ എനിക്ക് ഇത്രയ്ക്കും ആകസ്മികമായിട്ടുള്ള തിരിച്ചുവരവ് മോഡ് ലേനെ പടേ ഒരുപാട് വളഞ്ഞ് പുളഞ്ഞ് ഒക്കെയാണ് ഞാൻ നിൻ്റെ കൂടെ ഇത്രയും കാലം ചിലവഴിച്ചത് ജീവിതം കി മേ ബിൽക്കുൽ ഭൂൽ ഗയി ഹൂം ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ മറന്നുപോയി മേ അബ് കഹാ ഹൂം ഞാൻ എവിടെയാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. കാരണം നിന്നോടുള്ള സ്നേഹം കൊണ്ട് നിൻ്റെ കൂടെ സഞ്ചരിച്ച് നിൻ്റെ ചിന്തയിൽ ജീവിച്ച് എനിക്കെല്ലാം മറന്നുപോയി. മേ അബ് കഹാ ഞാൻ എവിടെയാണെന്ന് പോലും ഞാൻ മറന്നുപോയി. അത് നീ ആവർത്തിക്കാനാണോ, അതേ അനുഭവം നീ ആവർത്തിക്കാനാണോ ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയാണ് ഇവിടെ രാധ. ഓർ തും മേരെ കോൻ ഹോ, നീ എൻ്റെ ആരാണ്. ഓർ ഇസ് നിരാധാർ ഭൂമി പർ, ഈ അടിസ്ഥാനമില്ലാത്ത, നിരാധാർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമില്ലാത്ത ഈ ഭൂമിയിൽ ചാരോ ഓർ സെ, 4 ഭാഗത്തു നിന്നും പൂച്ചെ ജാത്തെ ഹുയ പ്രശ്നോ കി ബൗച്ചാർ, 4 ഭാഗത്തുനിന്നും ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളുടെ ഒരു കൂട്ടം. ബൗച്ചാർ എന്ന് പറഞ്ഞാൽ കൂട്ടമാണ്. അടിസ്ഥാനമില്ലാത്ത ഈ ഭൂമിയിൽ നിന്ന് ഒരുപാട് പേർ 4 ഭാഗത്തുനിന്നും പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു കൂട്ടമായിട്ട്. ഘബറാക്കർ മേനെ ബാർ ബാർ, അത് ആ ചോദ്യം കേട്ട് പേടിച്ചുകൊണ്ട് ഞാൻ ബാർ ബാർ പല തവണയായിട്ട് പരിഭ്രമിച്ചു. തുമേ ശബ്ദോ കെ ഫൂൽ പാഷ് മേ ജഖർന ചാഹേ, നിന്നെ ശബ്ദങ്ങളുടെ ബന്ധനം, ഫൂൽ പാഷ് എന്ന് പറഞ്ഞാൽ ബന്ധനമാണ്, പൂക്കൾ കൊണ്ടുള്ള ശബ്ദങ്ങളാകുന്ന പൂക്കൾ കൊണ്ട് എന്നാണ് അർത്ഥം ഫൂൽ പാഷ്. മേ ജഖർന ചാഹേ, നിന്നെ കുരുക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. സഖ ബന്ധു ആരാധ്യ, കൂട്ടുകാരനാണ്, ബന്ധുവാണ് നീ, ആരാധ്യ പുരുഷനാണ് നീ, ആരാധ്യ ദേവനാണ് നീ, എൻ്റെ ശിശുവാണ്, എൻ്റെ ദിവ്യപുരുഷനാണ്, എൻ്റെ സഹചരനാണ്, എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ആളാണ് സഹചർ. ഒരു അപ്പനേക്കോ നൈ വ്യാഖ്യാനം ദേനി ചാഹിയെ, അതുപോലെ തന്നെ സ്വന്തം പുതിയ വ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു. അത് ഇപ്രകാരമാണ്. സഖി കൂട്ടുകാരിയാണ്, സാധികയാണ്, തപസ്വിനിയാണ്, കണ്ണൻ്റെ തപസ്വിനിയാണ് ഞാൻ, ബാന്ധവി എന്ന് പറഞ്ഞാൽ വൈഫാണ് ഞാൻ, മായാണ് ഞാൻ, വധുവാണ്, സഹചരിയാണ്. ഓർ മേ ബാർ ബാർ നയ രൂപോ മേ ഉമടക്കർ തുമാരെ തടത്തക്കായി, അങ്ങനെ പല രൂപങ്ങളായിട്ട് ഇത്രയും കാലം നിൻ്റെ കൂട്ടുകാരിയായിട്ട്, അതുപോലെ നിൻ്റെ ഭാര്യയായിട്ട്, നിൻ്റെ വധുവായിട്ട്, നിൻ്റെ സഹചരിയായിട്ട് മറ്റുള്ളവരോട് നീ പറയും, അല്ല ഞാൻ പറയും, സഖിയാണ് എൻ്റെ, ബന്ധുവാണ് എൻ്റെ ആരാധ്യ പുരുഷനാണ്, എൻ്റെ ശിശുവാണ്, എൻ്റെ ദിവ്യ പുരുഷനാണ്, എൻ്റെ സഹചരാണെന്ന് പറയുന്നു. അതുപോലെ പല രൂപത്തിൽ ഞാൻ നിൻ്റെ കൂടെ സഞ്ചരിച്ചു. അങ്ങനെ ഉമടുക്ക പല രൂപത്തിൽ തുമാരെ തടത്തക്ക, നിൻ്റെ തീരം വരെ ഞാൻ വന്നു. അതായത് ഇവിടെ കൃഷ്ണൻ സമുദ്രവുമായിട്ടും അതുപോലെ രാധ ഇവിടെ എന്താണെന്ന് നോക്കാം. ഉമ്മടുക്കർ തുമാരെ തടത്തക്കായി, നിൻ്റെ തീരം വരെ ഞാൻ വന്നു. और तुमने हर बार അതാഹ് സമുദ്രക്ക് ബാന്തി, നീ പല തവണ ഡീപ്പായിട്ടുള്ള ആയം നിറഞ്ഞ സമുദ്രത്തെ പോലെ സമുദ്രക്ക് ബാന്തി മുझे ധാരൺ കർ ലിയ, എന്നെ സ്വീകരിച്ചു. അതായത് ഇവിടെ രാധ നദിയും കൃഷ്ണൻ സമുദ്രവുമാണ്. എല്ലാ നദിയും ഒഴുകിച്ചെന്ന് അവസാനിക്കുന്നത് സമുദ്രത്തിലാണ്. അതുകൊണ്ട് ഇവിടെ സമുദ്രം എന്ന് പറയുന്നത് ഇവിടെ കൃഷ്ണനെയാണ്, കൃഷ്ണനുമായിട്ട് ഉപമിച്ചിരിക്കുകയാണ് കവി. മുझे ധാരൺ കർ ലിയ ഹെ, ഇങ്ങനെ പല രൂപത്തിലും പല വേഷത്തിലും നിൻ്റെ കൂടെ ഞാൻ വന്നു, ജീവിച്ചു, എന്നെ നീ സ്വീകരിച്ചു. വിലീൻ കർ ലിയ, നീ എന്നെ ലയിപ്പിച്ചു. ഫിർ ബി ആകുൽ ബനെ, എന്നിട്ടും ആകുൽ ബനേ രഹെ, തീരമില്ലാത്തവളായിട്ട് ഞാൻ നിൽക്കുകയാണ്. ആകുൽ എന്ന് പറഞ്ഞാൽ ആകുൽ എന്ന് പറഞ്ഞാൽ തീരമില്ലാത്ത അവസ്ഥ. മേരെ സാവലെ സമുദ്ര, എൻ്റെ കൃഷ്ണനായ സമുദ്രമേ, തും ആക്കിർ ഹോ മേരെ കോൻ, നീ എൻ്റെ ആരാണ്. മേ ഇസെ കബി മാപ് ക്യൂ നഹി പാത്തി, ഞാൻ ഒരിക്കലും എനിക്ക് നിന്നെ അളക്കാൻ സാധിക്കുന്നില്ല. നിൻ്റെ ആയം എത്രയാണെന്ന് എനിക്ക് അളക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇവിടെ രാധ ജീവാത്മാവും കൃഷ്ണൻ പരമാത്മാവുമാണ്. കൃഷ്ണൻ സമുദ്രവും അതുപോലെ തന്നെ രാധ നദിയുമാണ്. സമുദ്രത്തിൻ്റെ ആഴം അളക്കാനോ ഒന്നും സാധിക്കില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ രാധ ഇവിടെ കൃഷ്ണനോട് പറയാണ്, സമുദ്രമായ കൃഷ്ണ, നീ എൻ്റെ ആരാണ്, നിന്നെ അളക്കാൻ എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ഭാഗം ആണ് നമ്മൾ അവസാനമായിട്ട് എടുത്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.